മാക് മിനിയുടെ ഓൺബോർഡ് റാം അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോ. ഇത് 2014 മോഡൽ മാക് മിനിയാണ്. ഇത് 4GB ആണ് ഇതിൻ്റെ ഇൻബിൽറ്റ് റാം വരുന്നത്. ഇത് 4GB വേരിയൻ്റ് ആണ്. i5 പ്രോസസ്സർ 4GB വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം, പക്ഷേ റാം അപ്ഗ്രേഡിങ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ 4GB വെച്ചിട്ട് ഇപ്പം അധികം ഹെവി ആയിട്ടുള്ള വർക്കുകളൊന്നും തന്നെ 4GB വേരിയൻറ്റിൽ ഇപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊരു കമ്പനിയുടെ പ്രോപ്പർട്ടിയാണ്. അവരുടെ കയ്യിൽ കുറേ മാക് മിനി ഇങ്ങനെ 4GB വേരിയൻറ്റിൽ ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അവർ നമ്മളെ സമീപിച്ചിട്ട് ഇതിൻ്റെ റാം അപ്ഗ്രേഡ് ചെയ്യാൻ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ, കാരണം ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. റാം അപ്ഗ്രേഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് കുറേ അധികം PCs അവരുടെ കയ്യിലുണ്ട്, ഇതുപോലത്തെ മാക് മിനീസ് അവരുടെ കയ്യിലുണ്ട്, അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അവർക്ക് അത് അങ്ങനെ അവർക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വളരെ ഒരു സാമ്പത്തിക ലാഭവും ഉണ്ടാകും. കാരണം കുറേ അധികം PCs ഒന്നിച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭീമമായ സാമ്പത്തിക ബാധ്യത ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഈ കമ്പനി ഇത് നമ്മളെ സമീപിക്കുന്നത്, ഇതിൻ്റെ റാം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഈ ഇൻ്റഗ്രേറ്റഡ് റാം വരുന്ന മാക് മിനി മാത്രമല്ല, മാക്ബുക്ക് എയർ ഉണ്ട്. 4GB വേരിയൻറ്റിലുള്ള മാക്ബുക്ക് എയറും 2014, 15, 16 കാലഘട്ടത്തിലൊക്കെ ഇറങ്ങിയിട്ടുള്ള മാക്ബുക്ക് എയർ ഉണ്ട് 4GB വേരിയൻറ്റ്. അതിനും ഇതേ സെയിം ഇഷ്യൂ തന്നെയാണ്. 4GB ഇപ്പോഴത്തെ ഉപയോഗത്തിന് 4GB അത്ര സ്യൂട്ടബിൾ ആകാത്തതുകൊണ്ട് പലർക്കും അത് വിറ്റാലൊട്ട് അധികം മാർക്കറ്റിൽ വലിയ വിലയും കിട്ടില്ല. എന്നാൽ അവർക്കതിൽ റാം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ പലരുടെയും കയ്യിൽ മാക്ബുക്ക് എയർ ഇതുപോലെ മാക് മിനിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഈ വീഡിയോ. ഇൻ്റഗ്രേറ്റഡ് റാം അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഇതിപ്പോൾ റാം അപ്ഗ്രേഡിങ് ഓപ്ഷനുള്ള ഒരു മാക് മിനിയുടെ മദർ ബോർഡാണ്. അത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ റാം അപ്ഗ്രേഡിങ് ഓപ്ഷനുള്ള അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് റാം റീപ്ലേസ് ചെയ്യാനുള്ള സ്ലോട്ട് ഇവിടെ അവൈലബിൾ ആണ്. ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മാക് മിനിയാണ്. ഇതിൽ സ്ലോട്ടില്ല. ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റാം മൊഡ്യൂൾ റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇതിനകത്ത് മദർ ബോർഡിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് വരുന്നത് റാം. ഇവിടെയാണ് ഇതിൻ്റെ ഓൺബോർഡ് റാം വരുന്നത്. നാല് ചിപ്പായിട്ട് ഇതിനകത്തിപ്പോൾ 4 ഹൈനിക്സിൻ്റെ 4 ചിപ്പാണ് ഇതിൽ റാമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ 8GB അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. ഇതിൽ നിങ്ങളുടെ മാക് മിനിക്ക് ഇപ്പോൾ അപ്ഗ്രേഡിങ് ഓപ്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എബൌട്ട് എടുക്കുമ്പം തന്നെ എബൌട്ടിൽ മെമ്മറി എന്നുള്ള ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ, അവിടെ സ്ലോട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്ഗ്രേഡിങ് ഓപ്ഷൻ ഉള്ളൂ. ഈ ടൈപ്പ് മദർ ബോർഡ് ആണെങ്കിൽ നമ്മൾ എബൌട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ മെമ്മറി ഓപ്ഷൻ കാണിക്കില്ല. അതുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കാണിക്കില്ല ഈ ടൈപ്പ് മദർ ബോർഡിന്. ഇപ്പം ഞാൻ ഈ 2 മദർ ബോർഡ് ഇത് നമുക്ക് അപ്ഗ്രേഡിങ് ഓപ്ഷനുള്ള, അതായത് റിമൂവൽ ടൈപ്പ് റാം വരുന്ന മദർ ബോർഡാണിത്. ഇത് ഇൻ്റഗ്രേറ്റഡ് റാം വരുന്ന മദർ ബോർഡാണ്. ഇത് രണ്ടും നമ്മൾ എബൌട്ട് എടുക്കുന്ന സമയത്ത് റിമൂവൽ ടൈപ്പ് റാം മൊഡ്യൂൾ വരുന്ന മാക് മിനി ആണെന്നുണ്ടെങ്കിൽ അതിൽ മെമ്മറി ഓപ്ഷൻ അവിടെ അപ്ഗ്രേഡ് ചെയ്യുന്നിടത്ത് മെമ്മറി ഓപ്ഷൻ കാണിക്കും. അങ്ങനെയുള്ളത് നമുക്ക് ബാക്ക് കവർ സിമ്പിളായിട്ട് ഇളക്കിയിട്ട് റാം മൊഡ്യൂൾ മാറ്റിയിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷേ ഈ മോഡലിനകത്ത് മെമ്മറിയുടെ അവിടെ ആ ഓപ്ഷൻ കാണിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മദർ ബോർഡ് 4GB വേരിയൻറ്റിൽ വരുന്ന ഈ ഒരു മദർ ബോർഡ്, ഇത് i5 പ്രോസറാണ്, പക്ഷേ 4GB റാമേ ഉള്ളൂ. അപ്പോൾ ഈ ടൈപ്പിനകത്ത് മെമ്മറി അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോ. ഇതേപോലെ തന്നെ മാക്ബുക്ക് എയറിനും 4GB വേർഷൻ വരുന്നുണ്ട്. അതും 1466 എന്ന് പറയുന്ന മോഡൽ. 1466 4GB വേർഷൻ വരുന്ന മാക്ബുക്ക് എയർ നമുക്ക് ഇതേപോലെ 4GBയിൽ നിന്ന് 8GB അപ്ഗ്രേഡ് ചെയ്യാം. ഈ ഓൺബോർഡ് റാം ആദ്യമേ നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പോവാണ്.
ഇതിൻ്റെ റാം റിമൂവിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ള 8 GB സൈസിൽ വരുന്ന റാം ചിപ്പ് നമ്മൾ ഇതിനകത്ത് സോൾഡർ ചെയ്യുന്ന പ്രോസസ്സാണ് അടുത്തായിട്ടുള്ളത്. ഇതാണ് ഇതിനകത്തോട്ട് സോൾഡർ ചെയ്യാനുള്ള റാം ചിപ്പ്. SK ഹൈനിക്സിൻ്റെ 4 ചിപ്പാണ് നമ്മൾ ഇതിനകത്തോട്ട് 8 GB വേരിയൻറ്റിലുള്ള ഹൈനിക്സിൻ്റെ 4 ചിപ്പാണ് ഇതിലോട്ട് നമ്മൾ സോൾഡർ ചെയ്യാൻ പോകുന്നത്. ഇത് ആപ്പിളിൻ്റെ PC തന്നെ വരുന്ന ഒറിജിനൽ പാർട്ട് തന്നെയാണ്. ഇതുപോലത്തുള്ള ചിപ്പുകൾ വളരെ സെൻസിറ്റീവാണ്. ഇതിന് ഇതേപോലത്തുള്ള വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സോൾഡറിങ് സ്കില്ലും ആവശ്യമാണ്. നല്ല രീതിയിൽ സോൾഡറിങ് സ്കില്ല് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലത്തുള്ള ചിപ്പ് റീപ്ലേസിങ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ കോമ്പണൻസ് വളരെ സെൻസിറ്റീവാണ്. ഇത് റീവർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഹീറ്റ് കൂടി പോവുകയോ സോൾഡറിങ്ങിൻ്റെ ബ്ലോവറിൻ്റെ ഹീറ്റ് കൂടി പോവുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ചിപ്പ് ഫെയിലാവാനും വർക്ക് ഫെയിലാവാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഈ ചിപ്പ് സോൾഡർ ചെയ്യുകയാണ്. ഇതിപ്പോൾ സോൾഡറിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലെ ഈ റാം അപ്ഗ്രേഡിങ് പ്രോസസ്സ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഇങ്ങനൊരു വർക്ക് നടന്നു എന്ന് അറിയാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളിതിൽ സോൾഡർ ചെയ്ത് ഈ കോമ്പണൻസ് പിടിപ്പിച്ചിരിക്കുന്നത്. അതിനകത്ത് യാതൊരുവിധ പാടുകളോ അല്ലെങ്കിൽ സോൾഡറിങ് ഫ്ലക്സോ അങ്ങനെ യാതൊന്നുമില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് എല്ലാവിധ ചിപ്പ് ലെവൽ ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ ഒരു പ്രൊസീജിയർ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. ഇത് പിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് നമ്മൾ ബോഡിയിലോട്ട് കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ PC ഓൺ ആയിട്ടുണ്ട്. PC എന്തായാലും ബൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് റീപ്ലേസ്മെൻറ്റ് പ്രൊസീജിയർ എല്ലാം സക്സസ് ആണ്. അതുകൊണ്ടാണ് സിസ്റ്റം ബൂട്ടായത്. എന്തെങ്കിലും വർക്ക് ഫെയിൽ ഉണ്ടെങ്കിൽ സിസ്റ്റം ബൂട്ടാവില്ല. കാരണം റാം ഫെയിലായി കഴിഞ്ഞാൽ സിസ്റ്റം സാധാരണഗതിയിൽ ഡിസ്പ്ലേ വരില്ല. ഇതിപ്പോൾ വർക്ക് സക്സസ് ആണ്. അതുകൊണ്ടാണ് സിസ്റ്റം ബൂട്ടായി വന്നത്. ഇതാണ് ഇതിൻ്റെ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് മുമ്പും അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷവുമുള്ള എബൌട്ട് സ്ക്രീന്. അതിനകത്ത് അതിൻ്റെ റാമിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും. ഈ മാക് മിനി അപ്ഗ്രേഡ് ചെയ്ത പോലെ തന്നെ മാക്ബുക്കിൻ്റെ 13" എയർ, അതേപോലെ 11" എയർ, 4 GB വേർഷൻസ് ഉണ്ട്. അതും നമുക്ക് ഇതേപോലെ 8 GB അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ആപ്പിൾ പ്രൊഡക്റ്റുകളുടെ സർവീസ് സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ സർവീസ് ആവശ്യമുള്ളവരോ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആപ്പിൾ പ്രൊഡക്റ്റുകളുടെ റിപ്പയറിംഗ് സംബന്ധമായിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.